അപ്പോൾ ഇതാ കുറച്ച് എളുപ്പം, അതിൽ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ ലൂസ് ചെയ്തെടുക്കുക. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോണ്ട യൂണിക്കോൺ 150 160 ഇത് വന്നിട്ട് ഹോണ്ട യൂണിക്കോൺ 160 ആണ്. ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് പുതിയ സെറ്റ് ഇട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഈ പ്രോസസ്സ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ യൂണിക്കോൺ സീരീസിലെ എല്ലാ വണ്ടിയുടെയും ചെയിൻ സ്പ്രോക്കറ്റ് മാറാൻ പറ്റും. പ്ലസ് ഹങ്ക്, CBC എക്സ്ട്രീം അതുപോലുള്ള വണ്ടികളുടെയും ചെയിൻ സ്പ്രോക്കറ്റ് മാറാൻ പറ്റും. സോ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചെയിൻ കവർ ഇളകണം. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി 10 mm 4 ബോൾട്ട് വരും. ആ 4 ബോൾട്ട് ഒരു ടീസ്പാനർ കൊണ്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് എൻജിൻ സൈഡിലെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് കവർ 2 8 ബോൾട്ട് വരും. അത് ടീസ്പാനർ കൊണ്ട് ഇളക്കുക. അപ്പോൾ അത് നിങ്ങൾ ടൈം ലാപ്സ് മോഡിൽ കാണുക. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ 2 നട്ട് ഇതിൻ്റെ ടീസ്പാനർ കൊണ്ട് ലൂസ് ചെയ്ത് വയ്ക്കുക. ഇളക്കണ്ട, ലൂസ് ചെയ്ത് വെച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ബാക്ക് ചെയിൻ കവർ അത് 10 ടീസ്പാനർ കൊണ്ട് ഊരിയെടുക്കുക. ആ 4 നട്ട് ഇളക്കിയതിന് ശേഷം ഈ ഹോളിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാറിൻ്റെ നട്ടുണ്ട്, അത് ഊരിയെടുക്കുക ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട്. പിന്നെ ഇവിടെയും ഒരു 10 നട്ടുണ്ട്, അത് ലൂസാക്കുക. 10 ബോൾട്ടുണ്ട്, അത് ലൂസാക്കുക. സോ ഗൈസ്, ഇനി നമുക്ക് ബാക്ക് സ്പ്രോക്കറ്റ് ലൂസ് ചെയ്യണം. ഈ വണ്ടി വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ 17 mm 4 ബോൾട്ടുണ്ട്, അത് ലൂസൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടയർ ഇളക്കിയിട്ട് അത് പെട്ടെന്ന് ഇളക്കാൻ പറ്റില്ല. അത് ഇളക്കി എടുത്തിട്ട് ടയറിൽ വെച്ചുകൊണ്ട് അത് ലൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതാ കുറച്ച് എളുപ്പം, അതിൽ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ ലൂസ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നട്ട് ലൂസ് ചെയ്ത് നല്ല ടോർക്കില്ലാതെ ടൈറ്റൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ വെച്ചുകൊണ്ട് ലൂസ് ചെയ്യുന്നതാണ് എളുപ്പം. ഇനി ചെയിൻ ഊരി ടയർ ഇളക്കുക. ഈ ഗ്രീൻ കളർ കാണുന്നതാണ് ചെയിനിൻ്റെ ലോക്ക്. അപ്പോൾ അത് ക്ലിപ്പ് ഇളക്കിയിട്ട് ചെയിൻ ഇളക്കിയെടുക്കുക. ചെയിൻ ലോക്ക് ഈസി ആയിട്ട് ഇളകി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതങ്ങി ഇളക്കിയെടുക്കുക. ഇതാ ലോക്ക്. എന്നിട്ട് ആ കണ്ണി ഊരിയിട്ട് നമുക്ക് ചെയിൻ റിമൂവ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഊരിയെടുക്കുക. അത് നമ്മൾ നേരത്തെ ലൂസാക്കി വെച്ചിരുന്ന ആ 10 ബോൾട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇളക്കിങ്ങെടുത്താൽ മതി. എന്നിട്ട് അതിലൊരു ചെയിൻ സ്പ്രോക്കറ്റ് ലോക്ക് വരും. ഇതാണ് സ്പ്രോക്കറ്റ് ലോക്ക്. അത് ഒന്ന് കറക്കിയിട്ട് ഊരിങ്ങെടുത്താൽ മതി. എന്നിട്ട് നമ്മളെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഈസി ആയിട്ട് ഇളകി വരും. പുതിയ സ്പ്രോക്കറ്റ് ഇടുന്നതിന് മുന്നേ നമ്മുടെ ഈ പാർട്ട്, ഈ സ്പ്രോക്കറ്റ് ചെയിന് ഡ്രൈവ് ട്രെയിനിൻ്റെ ഈ പാർട്ടെല്ലാം ഒന്ന് നല്ലവണ്ണം ഡീസലോ മണ്ണെണ്ണയോ യൂസ് ചെയ്തൊന്ന്, ഇപ്പം അധികം അഴുക്കില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ ആ ഡീസൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് വീല് ഊരിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ആക്സിൽ അപ്പുറത്ത് 22 നട്ടുണ്ട്, അതൊരു 22 റിംഗ് സ്പാനർ വെച്ചിട്ട് ലൂസൺ ചെയ്തിട്ട് ഇവിടെ കറങ്ങുവാണെങ്കിൽ 17 ഒരു റിംഗ് സ്പാനർ വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ട് ആ നട്ട് ഊരുക. എന്നിട്ട് വീൽ ഊരിയെടുക്കുക. ഈ സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞാൽ വീലിൻ്റെ ഹബ്ബിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ചെക്ക് നെട്ട് വെച്ചിട്ട് സ്വിംഗാമിലല്ല, സാധാരണ യൂണിക്കോണിൽ കാണുന്നതല്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. ഇവിടെ 17 സ്പാനർ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് 22 സ്പാനർ കൊണ്ടിട്ട് സ്പാനർ വെച്ചിട്ട് ആ വീൽ ആക്സിൽ ഊരിയെടുക്കുക. ആക്സിൽ പതുക്കെ ഊരിങ്ങെടുത്താൽ മതി.
ടയറിനെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഈ മോഡലിൽ ബ്രേക്ക് സ്റ്റേ വരത്തില്ല. അപ്പം ബ്രേക്ക് സ്റ്റേ ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്വിംഗ് ആമിൽ തന്നെ ഇങ്ങനെ ലോക്കായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്രേക്ക് സ്റ്റേ ഊരേണ്ട ആവശ്യമില്ല. നേരത്തെ തന്നെ നമ്മൾ ഈ 4 നട്ടും ലൂസാക്കിയത് കൊണ്ട് നമുക്കിനിയിപ്പോൾ ഈ നട്ട് വലിയ ടോർക്കൊന്നും അപ്ലൈ ചെയ്യാതെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സ്പ്രോക്കറ്റ് റിമൂവ് ചെയ്യുന്ന ടൈമിൽ സ്പ്രോക്കറ്റ് ബെയറിങ്, സ്പ്രോക്കറ്റ് ബുഷ് ഇതിൻ്റെയൊക്കെ ഹെൽത്ത് നോക്കിയിട്ട് അത് എന്തെങ്കിലും ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ അത് മാറുക. കാരണം അതിന് അധികം വിലയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്ത് സ്പ്രോക്കറ്റ് ബുഷ് ലൂസാവുന്ന ടൈമിൽ വീണ്ടും ഇതൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ബ്രേക്കും ക്ലീൻ ചെയ്തിടാൻ പോവുകയാണ്. സോ ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ജോബാണ്. നമ്മളിതാ സ്പ്രോക്കറ്റ് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുതിയ സ്പ്രോക്കറ്റ് ഇടാം. അപ്പോൾ ഗൈസ്, ഇതാണ് യൂണിക്കോൺ 160യുടെ സ്പ്രോക്കറ്റിൻ്റെ പാർട്ട് നമ്പർ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് പാർട്ട് നമ്പർ. അതിൻ്റെ വില വന്നിട്ട് 1121 രൂപയാണ്. അപ്പോൾ ഇത് ജെനുവിൻ ഹോണ്ടയുടെ സ്പ്രോക്കറ്റാണ്. എൻ്റെ കൂട്ടത്തിൽ ചെയിൻ വരുന്നുണ്ട്, ഫ്രണ്ട് സ്പ്രോക്കറ്റും അതിൻ്റെ ലോക്കും ബാക്കി കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ചെയിന് ഈ കാണുന്നതാണ് ബാക്ക് സ്പ്രോക്കറ്റ്. അപ്പോൾ ഇത് അവർ ഫാക്ടറിയിൽ നിന്ന് തന്നെ ലൂബ്രിക്കേറ്റഡ് ആയിട്ടാണ് വരുന്നത്. വെൽ ലൂബ്രിക്കേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ് വരുന്ന ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇൻസ്റ്റോൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഊരിയെടുത്ത നട്ട്സ് തിരിച്ച് അതേപോലെ മുറുക്കി ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. തിരിച്ച് നമുക്ക് വീല് ബൈക്കിൽ ഫിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്കത് കറക്റ്റ് എമൗണ്ട് ഓഫ് ടോർക്ക് അപ്ലൈ ചെയ്ത് ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. ബാക്ക് സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഈസിലടിച്ചിട്ട് ഒന്ന് ജസ്റ്റ്, ഇതിലിപ്പോൾ ആദ്യം അഴുക്കും കാര്യങ്ങളും പൊടിയൊന്നും ഇല്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഒരു തുണി വെച്ച് തുടച്ചിങ്ങെടുത്താൽ മതി. ഓക്കെ, നമ്മളങ്ങനെ അത് ക്ലീൻ ചെയ്തു. നമ്മുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് റോക്കറ്റ് സെറ്റ് വാങ്ങിയാൻ പോയ ഈ പറയുന്ന ഇത്രയും സാധനങ്ങളൊന്നും കിട്ടത്തില്ല. ഇതിൽ ഈ എഴുതിയിരിക്കുന്ന ഭാഗം ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്ത് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ചെയിൻ ലോക്ക് കയറ്റി ടൈറ്റ് ചെയ്യുക. ലോക്ക് അലൈൻ ചെയ്തിട്ട് അതിൻ്റെ 10ൻ്റെ നട്ട് വെച്ച് ടൈറ്റ് ചെയ്യുക.
ഗിയറിലിട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ടൈറ്റായി. ഈ സ്പ്രോക്കറ്റ് ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് ഈ ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള റൂം കിട്ടും. അല്ലാതെ വണ്ടി നമുക്ക് കഴുകുമ്പോഴോ ഒന്നും ഈ ഏരിയ ഒന്നും പാർട്ടൊന്നും നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്ത് എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഗൈസ്, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്, ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ സിമിലർ കണ്ടൻറ്റ്സ്. ഇനി പുതിയ സ്പ്രോക്കറ്റ് ഇടുന്നതിന് മുന്നേ ചെയിൻ അഡ്ജസ്റ്റേഴ്സ് അത് നേരത്തെ ഫുൾ നമ്മൾ അത് പ്ലേ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ അതിന് പഴയതുപോലെ നടുക്കാക്കുക. ഇതാണ് നമ്മൾ മേടിച്ച പുതിയ സ്പ്രോക്കറ്റ് ബുഷ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് നമ്പർ ഇവിടെ ഉണ്ട്, നിങ്ങൾ നോക്കി വേണമെങ്കിൽ നോട്ട് ചെയ്ത് നോക്കിയിട്ട് മേടിക്കാൻ പറ്റും. ഇതിൻ്റെ വില വന്നിട്ട് 121 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ചെയിൻ സ്പ്രോക്കറ്റ് മാറുമ്പോൾ ഇതുപോലുള്ള ചെറിയ സാധനങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ഫ്യൂച്ചർ പണികൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം ഇനി വീണ്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ ഇതൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇപ്പം ചെറിയ ചെറിയ വാഷർ, ഓറിങ്സ്, ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിനെ റിലേറ്റ് ചെയ്തായിരിക്കും അത് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറാൻ നോക്കുക. ഇപ്പോൾ ഈ സ്പ്രോക്കറ്റ് ബുഷ് ഏകദേശം ഹാർഡായി തേഞ്ഞ് തുടങ്ങി. ഇതാ കണ്ട, ഏകദേശം ഹാർഡായിട്ട് തേഞ്ഞ് തുടങ്ങി. അപ്പം ഇത് ഉടനെ പൊട്ടിപ്പോവും. അപ്പം ഈ സ്പ്രോക്കറ്റ് ബുഷ് തേഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ സ്പ്രോക്കറ്റ് പ്ലേ വരും. അങ്ങനെ ചെയിൻ സ്ലാക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ പുതിയ സ്പ്രോക്കറ്റ് ബുഷ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. എന്ത് ടൈറ്റായിട്ട് ഫിറ്റ് ആയിരിക്കുന്നതെന്ന്. മറ്റേത് പ്ലേ കാണും, നമ്മൾ സ്പ്രോക്കറ്റിൽ ഇങ്ങനെ പ്ലേ വരും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നോർമലി ആരും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഷൂവും ഇതിൻ്റെ ഡ്രമ്മും എല്ലാം ക്ലീൻ ചെയ്തു. സ്പ്രോക്കറ്റ് ബുഷും മാറി. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ബ്രേക്ക് ഹബ്ബും എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ആക്സിൽ ഹാഫ് കയറ്റി വെച്ചിട്ട് പതുക്കെ വീലിനെ കൈകൊണ്ട് പൊക്കി ഓടെ ലൈൻ ചെയ്ത് ആക്സിൽ കയറ്റുക. ആക്സിൽ കയറ്റിയിട്ട് ബ്രേക്കും എല്ലാം പഴയതുപോലെ മുറുക്കുക.
രണ്ടാമത്തെ ടയറും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുറുക്കി വെച്ചാൽ മതി. നമുക്കിനി ചെയിൻ ഇട്ടിട്ട് ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും അലൈൻമെൻറ്റും എല്ലാം ചെയ്യാം. സോ ഗൈസ്, ഇതാണ് പുതിയ ചെയിൻ. ഇനി നമുക്ക് ചെയിൻ ഇടാം. ചെയിൻ അഡ്ജസ്റ്റർ മാക്സിമം മിനിമം ലെവലിൽ വെച്ചിട്ട് പഴയതുപോലെ നമ്മൾ ഇളക്കിയ ലോക്സ് ലോക്ക് ഇട്ടിട്ട് അപ്പോൾ ലോക്ക് ഇട്ടു. ഇനി അതിൻ്റെ ലോക്ക് പ്ലേറ്റും ഇട്ട് നമുക്ക് ഈ ലോക്ക് ഇപ്പോൾ താഴെയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് വേണം ഇരിക്കാൻ. അല്ലെങ്കിൽ എന്തുപറ്റുമെന്ന് പറഞ്ഞാൽ തിരിച്ചിത് കറങ്ങി മുകളിൽ പോകുമ്പോൾ എന്നാലേ ഇങ്ങനെ വരത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കറങ്ങി മുകളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ ലോക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റ് വന്നിട്ട് ഇത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് താഴെ വെച്ചിട്ട് ഈ ഓപ്പണിങ് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയിൻ അഡ്ജസ്റ്റർ സെറ്റ് ചെയ്യാൻ. ചെയിൻ ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം പേഷ്യൻസ് വേണം. പേഷ്യൻസ് ഉണ്ടെങ്കിലേ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്ലീൻ എൻവയോൺമെൻറ്റിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചെയിനും സെറ്റായി. ഇപ്പോൾ ഈ ചെയിനെന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് തന്നെ വെൽ ലൂബ്രിക്കേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ അവിടെ മാത്രം കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. അപ്പം കുറച്ച് സ്മൂത്ത് ഫീലിംഗ് വരും നമുക്ക് ഓടിക്കുമ്പോൾ. സോ ഗൈസ്, ഇത്രയാണ് പ്രോസസ്സ്. ഇനി നമുക്ക് ചെയിൻ അഡ്ജസ്റ്ററൊക്കെ കറക്റ്റായിട്ട് സ്ലാക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് കവറും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിൽ നട്ടും ബ്രേക്കും എല്ലാം ടൈറ്റ് ചെയ്ത് ചെയിനും ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സ്പ്രോക്കറ്റിൽ ടൈറ്റ് ചെയ്ത് വെച്ചില്ലേ, ഹാൻഡ് ടൈറ്റ് ചെയ്ത ഈ 4 ബോൾട്ട് കറക്റ്റ് ടോർക്കിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് മുറുക്കുക. എന്നാലേ അത് ടൈറ്റായി ഇരിക്കത്തുള്ളൂ. അതൊക്കെ വണ്ടി ഗിയറിലിടുക. ഓക്കെ, അങ്ങനെ നമ്മൾ 4 ബോൾട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഒരു 8 ഇഞ്ച് ഫ്രീ പ്ലേയും കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ചെയിൻ കവർ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ യൂണിക്കോൺ 160യുടെ ചെയിൻ സ്പ്രോക്കറ്റ് മാറിയായിരുന്നു. ഈ രീതിയിൽ നിങ്ങൾക്കും നിങ്ങളെ 160 അല്ലെങ്കിൽ യൂണിക്കോൺ, ഷൈൻ ഇങ്ങനെയുള്ള വണ്ടികളുടെ ചെയിൻ സ്പ്രോക്കറ്റ് മാറാവുന്നതാണ്. ഷൈനിലും യൂണിക്കോണിലും ചെയിൻ സ്പ്രോക്കറ്റ്, ബാക്ക് ചെയിൻ സ്പ്രോക്കറ്റ് ഒരു ചെക്ക് നെറ്റിലാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ചെക്ക് നെറ്റും കൂടെ ഊരേണ്ടി വരും. ഇതിലെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആക്സിലാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ടയർ ഊരിയാൽ മതി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ and see you guys in some other video. This is Mithun saying ciao. Bye bye. Thanks for watching guys. Please do subscribe to my channel.